സിനിമാളിലേക്ക് സ്വാഗതം. ഇന്ന് സമാനമായ ഒരേ പേരിലിറങ്ങിയ രണ്ട് സിനിമകൾ കുറിച്ച് ആണ് പറയുന്നത്. മഹാരാജ് എന്ന പേരിൽ ഹിന്ദിയിലും മഹാരാജ എന്ന പേരിൽ തമിഴിലും ഈ അടുത്ത കാലത്ത് സിനിമകൾ ഇറങ്ങുകയും ശ്രദ്ധിക്കപ്പെടുകയും ചെയ്തു. തമിഴ് സിനിമ മഹാരാജ നിതിലൻ സ്വാമിനാഥൻ സംവിധാനം ചെയ്ത് തിയേറ്ററുകളിലാണ് റിലീസ് ചെയ്തത്. എന്നാൽ മഹാരാജ് എന്ന സിനിമ സിദ്ധാർത്ഥ് പി മൽഹോത്ര സംവിധാനം ചെയ്തത് നെറ്റ്ഫ്ലിക്സിൽ മാത്രമാണ് സംപ്രേഷണം ചെയ്തത്. ഈ രണ്ട് ചിത്രങ്ങളും തമ്മിൽ യാതൊരു സാമ്യവുമില്ല. പക്ഷേ ഈ രണ്ട് പേരിലും മഹാരാജ അല്ലെങ്കിൽ മഹാരാജ് എന്ന് വരുന്നത് വളരെ ശ്രദ്ധേയമായി തോന്നി. പ്രത്യേകിച്ചും ഇപ്പോഴും രാജാധിപത്യം അവസാനിച്ച് ജനാധിപത്യം വന്നു. ആ ജനാധിപത്യം വന്നപ്പോഴും അതിലേക്ക് പല രീതിയിൽ രാജഭരണത്തിൻ്റെ അംശങ്ങൾ കൊണ്ടുവരുന്നതിനുള്ള ശ്രമങ്ങൾ രാജഭരണത്തിൻ്റെ ആരാധകരും ജനാധിപത്യ വിരുദ്ധരും കൊണ്ടുവരുന്നുണ്ട് എന്ന് നമുക്കറിയാം. ഇപ്പോൾ പാർലമെൻറ്റിലേക്ക് പ്രധാനമന്ത്രി കൊണ്ടുവന്ന ചെങ്കോൽ ഒക്കെ അതിൽപ്പെട്ടതാണ്. ഇത്തരത്തിലുള്ള ഈ രാജഭരണത്തിൻ്റെ അംശങ്ങൾ നമ്മളുടെ ജനാധിപത്യ ജീവിതത്തിലേക്ക്, ആധുനിക ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നതിൽ സിനിമ നിർണായകമായ പങ്ക് വഹിച്ചിട്ടുണ്ട്. അതിൻ്റെ വിശദാംശങ്ങൾ ഒക്കെ തന്നെ നമ്മൾ ചർച്ച ചെയ്യേണ്ടതുണ്ട്. മലയാള സിനിമയിലൊക്കെ അത് സംഭവിച്ചിട്ടുള്ളതാണ്. തമ്പുരാക്കന്മാരുടെ തിരിച്ചുവരവൊക്കെ. ഇവിടെ രണ്ട് സിനിമയിലും അത് സംഭവിക്കുന്നില്ല. ഒന്ന്, മഹാരാജ എന്നു പേരുള്ള തമിഴ് സിനിമയിൽ മഹാരാജ ഒരു ബാർബറാണ്. ഈ ബാർബർ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ടാകുന്ന ചില വളരെ ബുദ്ധിമുട്ടുള്ള, വളരെ പ്രയാസമേറിയ ചില കഷ്ടങ്ങളെ മറികടക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വളരെ വയലൻ്റായ ചില പ്രതികാര നിർവഹണങ്ങൾ നടത്തുന്ന ഒരു സിനിമയാണ്. പക്ഷേ അതിൻ്റെ നോൺ ലീനിയർ സ്വഭാവം എന്ന് പറയും. അതായത് ക്രമാനുഗതമായി എന്നതിന് പകരം പലതും കുഴച്ചുമറിക്കുന്ന രീതിയിൽ, പഴയതും പുതിയതും എല്ലാം തന്നെ കുഴച്ചുമറിക്കുന്ന രീതിയിലുള്ള സിനിമയുടെ ഒരു സവിശേഷമായ ഭാഷ കൊണ്ട് വളരെ ജനപ്രിയമായി തീർന്ന ഒരു സിനിമയാണ് ഈ സിനിമ. പ്രത്യേകിച്ചും അതിൽ വിജയ് സേതുപതിയാണ് മുഖ്യവേഷത്തിൽ അഭിനയിക്കുന്നത്. അതുപോലെ തന്നെ വില്ലൻ്റെ വേഷത്തിൽ അനുരാഗ് കാശ്യപ് അഭിനയിക്കുന്നു. ഇത് നേരത്തെ നമ്മൾ സർജിക്കൽ നൈഫ് ഉപയോഗിച്ചുകൊണ്ട് മെഡിസിൻ പഠിച്ചവർ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആളുകൾ ചെയ്യുന്ന ക്രൂരകൃത്യങ്ങളെ സംബന്ധിച്ചുള്ള വേവലാതി മുൻപ് ഒരു എപ്പിസോഡിൽ ഞാൻ പങ്കുവച്ചിരുന്നതെങ്കിൽ, ഇതിൽ ഈ ബാർബർ ഉപയോഗിക്കുന്ന അദ്ദേഹം ക്ഷൗരത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന കത്തി അല്ലെങ്കിൽ ആയുധം ഉപയോഗിച്ചുകൊണ്ട് കൊല നടത്തുന്ന രീതി ഈ സിനിമയിലുണ്ട്. ഇതൊക്കെ തന്നെ നമ്മളുടെ സാധാരണ ജീവിതത്തിലെ വിശ്വാസങ്ങളെ, ഇപ്പോൾ പ്രത്യേകിച്ച് ഒരു ബാർബറുടെ മുൻപിൽ, ഒരു ക്ഷുരകൻ്റെ മുൻപിൽ നമ്മൾ പോയി ഇരിക്കുന്ന സമയത്ത് നമ്മൾ ഒരു വിശ്വാസത്തിലാണ് ഇരിക്കുന്നത്. ആ കത്തി കൊണ്ട് അയാൾ നമ്മുടെ കഴുത്തിലേക്ക് എന്തെങ്കിലും ചെയ്യുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. അപ്പോൾ ഈ വിശ്വാസത്തെ തന്നെ ഹനിക്കുന്ന രീതിയിലുള്ള ഇത്തരത്തിലുള്ള ആയുധങ്ങളുടെ ഉപയോഗം എത്ര കണ്ട് ശരിയാകും എന്നതാണ് ഈ സിനിമയെ സംബന്ധിച്ച് എനിക്ക് ഉന്നയിക്കാനുള്ള പ്രശ്നം. ആ സിനിമയെ സംബന്ധിച്ച് ഉള്ള വളരെ വാഴ്ത്തലുകൾ നമ്മുടെ സോഷ്യൽ മീഡിയയിലും ഒക്കെ തന്നെ വരുന്നുണ്ട്. പക്ഷെ അത് ആൾക്കൂട്ട കൊലപാതകത്തിൻ്റെയും അതുപോലെ തന്നെ ആൾക്കൂട്ട നീതി നടപ്പിലാക്കുന്നതിൻ്റെയും ഒരു രീതി തന്നെയാണ് ഈ സിനിമയുടെ പറച്ചിൽ രീതിയുടെ ഒരു വ്യത്യസ്തത ഉണ്ട് എന്നല്ലാതെ മറ്റൊന്നും തന്നെ അതിൽ പ്രധാനമായി പറയാനുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാൽ അതേ സമയത്തുള്ള ഹിന്ദി സിനിമ മഹാരാജ് എന്ന സിനിമ, ഇപ്പോൾ ഞാൻ ചെങ്കോലിൻ്റെ കാര്യം പറഞ്ഞതുപോലെ ഇന്ത്യ രാജ്യത്ത് സംഭവിച്ചിട്ടുള്ള നമുക്ക് ശ്വാസം വിടുന്നതിന് ഉള്ള ഒരു സ്വാതന്ത്ര്യം ഇന്ന് പുതിയ തെരഞ്ഞെടുപ്പിന് ശേഷം ലഭിച്ചിട്ടുണ്ട്. അത് പല രീതിയിൽ പുറത്ത് രംഗത്ത് വരുന്നുണ്ട്. ഇപ്പോൾ ഞാൻ തമിഴിൽ ഇതേപോലുള്ള യൂട്യൂബ് റിവ്യൂ നടത്തുന്ന ഒരു തമിഴ് ചാനലിൽ, തമിഴ് ടോക്കീസ് എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലിൽ ബ്ലൂ സട്ടൈമാരൻ അദ്ദേഹം ഉള്ളൊഴുക്കിനെ സംബന്ധിച്ചുള്ള ഒരു മലയാള സിനിമയെ സംബന്ധിച്ചുള്ള റിവ്യൂ തമിഴിൽ നൽകുന്നുണ്ട്. അതിൽ അദ്ദേഹം ആ സിനിമയെ സംബന്ധിച്ചൊക്കെ പല കാര്യങ്ങളും പറഞ്ഞ് അവസാനം പറയുന്നത്, ഇത്രയും ഇത്രയും പുരോഗമനപരമായി ചിന്തിക്കുന്ന അല്ലെങ്കിൽ ഇത്രയും പുരോഗമനപരമായ സിനിമയ്ക്ക് ഇറങ്ങുന്ന മലയാളിയിൽ അല്ലെങ്കിൽ മലയാളത്തിൽ അല്ലെങ്കിൽ മലയാളികൾ എങ്ങനെയാണ് സുരേഷ് ഗോപിയെ പോലത്തെ ഒരാളെ വിജയിപ്പിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ രാജ്യത്തുള്ള ഈ വൈപരീത്യത്തിൻ്റെ ഇതിൽ ചരിത്രത്തെ, നേരത്തെ ഈ ചെങ്കോലിൻ്റെയൊക്കെ പറഞ്ഞതുപോലെ സാമുദായികമായ നീതികൾ, ജാതിയുടെ നീതികൾ എങ്ങനെയാണ് അതിനകത്ത് തന്നെ പ്രവർത്തിക്കുന്നത് എന്നതാണ് മഹാരാജ് എന്ന സിനിമയിൽ കാണിക്കുന്നത്. ഗുജറാത്തി വൈഷ്ണവരായ പുഷ്ടിമാർഗ സമ്പ്രദായ എന്ന് പറയുന്ന ഒരു സമ്പ്രദായത്തിലുള്ള ആളുകൾ, അതിൻ്റെ ഒരു ഗുരു, ഒരു ആൾദൈവത്തിന് സമാനനായ ഒരു ഗുരു അവിടുത്തെ കന്യകകളെ ലൈംഗികമായി
ഉപയോഗിക്കുന്നതും പ്രയോജനപ്പെടുത്തുന്നതും അതിനെതിരായി ആ സമുദായത്തിൽ നിന്ന് തന്നെ ഒരാൾ നടത്തുന്ന കലാപത്തിൻ്റെയും വളരെ ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു സിനിമയാണ് മഹാരാജ്. അത് നമ്മളുടെ സിനിമയുടെയും അതുപോലെ തന്നെ ഇന്ത്യൻ ജീവിതത്തിൻ്റെയും യശസ് ഉയർത്തുന്നതാണ്. അത് നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ ശ്വാസം വിടുന്നതിന് നമ്മുടെ ജനാധിപത്യത്തിൽ ഇപ്പോൾ സാധ്യമായി എന്നതിൻ്റെ ഒരു തെളിവ് കൂടിയാണ്. അതിനെതിരായി ചില കേസുകളൊക്കെ ഉണ്ടായിരുന്നു. ആ കേസുകളൊക്കെ അതിജീവിച്ചുകൊണ്ട് ആ സിനിമ നെറ്റ്ഫ്ലിക്സിൽ കാണിക്കാൻ തുടങ്ങുന്നു. അപ്പോൾ ഈ രണ്ട് പേരിൽ മാത്രമാണ് സമാനതകളുള്ളത്. അത് രണ്ട് തരത്തിൽ നമ്മളുടെ ജീവിതത്തെ ആവിഷ്കരിക്കുന്നു. നമ്മളുടെ ജീവിതത്തെ നമ്മൾക്ക് വീണ്ടും ജീവിക്കുന്നതിന് പ്രേരിപ്പിക്കുന്ന ചിത്രം ഏതാണ്, അല്ലാത്തിരിക്കുന്ന ചിത്രം ഏതാണ് എന്ന ഒരു പിളർപ്പിലേക്ക് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരാലോചനയിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നു എന്നതാണ് പ്രധാനം. സിനിമാളിൻ്റെ അടുത്ത ലക്കത്തിൽ വീണ്ടും കാണാം. അഭിവാദനങ്ങൾ.